ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നല്ലൊരു ദിവസമാവട്ടെ. എല്ലാവർക്കും റഹ്മത്തും ബർക്കത്തൊക്കെ ഉണ്ടാവട്ടെ. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്, ചോദിക്കാൻ വേണ്ടി വന്നതാണ്. കാരണം എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവൾ എന്നോട് ഒരു കാര്യം പറഞ്ഞു. കാരണം അവർ ഭാര്യയും ഭർത്താവും നല്ല സ്നേഹത്തിലാണ്, 2 മക്കളാണ്, സന്തുഷ്ടമായ കുടുംബം. അപ്പോൾ അവളുടെ ഒരു ആകെയുള്ളൊരു പരാതി ഈ ഒരു കാര്യം മാത്രമാണ് കേട്ടോ. അതെ, അവളെ പരാതി എന്താ വെച്ചാൽ അവളും ഭർത്താവും ഭയങ്കര സ്നേഹത്തിലാണ്. പക്ഷേ അവൾ സന്തോഷിക്കുന്ന ഒരു കാര്യം, അവൾക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമായിരിക്കും. അത് ഭർത്താവിന് ദോഷം ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിനോ അല്ലെങ്കിൽ കുടുംബത്തിനോ നാട്ടുകാർക്കോ ആർക്കും ദോഷം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കില്ല. അവളൊരു സന്തോഷം അതായിരിക്കും. അത് ആർക്കും ഒരു ബുദ്ധിമുട്ടോ നാണക്കേടോ ഒന്നും ഉണ്ടാക്കുന്ന കാര്യമൊന്നും ആവില്ല. പക്ഷേ അതിന് ഈ ഭർത്താവ് എതിരായിരിക്കും. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നത് സ്പോട്ടിൽ കൊണ്ടു കൊടുക്കുന്നത്, വാങ്ങിക്കൊടുക്കുന്നത് എന്ത്. പക്ഷെ ഇവൾക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ആർക്കും ദോഷമില്ലാത്തൊരു കാര്യമായിരിക്കും. പക്ഷേ അത് അവൾ ഒരുപാട് അതിയായി ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആളത് ചെയ്തു കൊടുക്കില്ല, അല്ലെങ്കിൽ അത് സമ്മതിക്കൂല. ആളുടെ സഹായം ആവശ്യമില്ലാത്ത കാര്യമായിരിക്കും. പക്ഷേ അത് ശരിയാവില്ല. അങ്ങനെ എന്നാൽ പിന്നെ വെട്ടി തുറന്ന് പറയൂല. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ വെള്ളി ശനി ഞായർ ഭർത്താവ് സുഹൃത്തുക്കളും ഒത്തിട്ട് ടൂറ് പോകണത്രേ. അപ്പോൾ ഭാര്യ പറഞ്ഞല്ലോ 2-3 ദിവസം നിങ്ങളിവിടെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളും മദ്രസ് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ 2-3 ദിവസം അവധിയാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ പോയാലോ, അപ്പോൾ പോയിക്കോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞത്രേ. പക്ഷേ ജ്യേഷ്ഠത്തെയും മക്കളും അവിടെ വിരുന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ കൂടെ എനിക്ക് നിൽക്കാലോ, ഭയങ്കര സന്തോഷത്തിലാണ് ഞാനെന്ന് പറഞ്ഞോടുകൂടി ആൾ മൂഡ് ഓഫായി. ആൾക്ക് താല്പര്യമില്ല. കാരണം വെച്ചാൽ അവൾ എന്തൊരു നിസാര വിഷയത്തിന് സന്തോഷിക്കുന്നത് കാണുമ്പോൾ, എന്നാൽ പിന്നെ അവൾ എന്ത് പറഞ്ഞാലും, ഇപ്പോൾ നമുക്ക് അങ്ങാടി പോവാം അല്ലെങ്കിൽ ഇന്ന് ഫുഡ് പുറത്തുനിന്ന് കഴിക്കാം, ഇതൊക്കെ അയാൾ സമ്മതിച്ചു കൊടുക്കും. എന്താഗ്രഹത്തിനും എതിരല്ല. പക്ഷേ അവൾ ഓവറായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു എന്ന് കാണുമ്പോൾ ആളുടെ മൂഡ് മാറും അത്രേ. അതെന്ത് സംഭവം എന്ന് അറിയുന്നില്ല. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് മനസ്സിലാവണില്ല, മിക്ക ആളുകളും അങ്ങനെ ഉണ്ട് തോന്നുന്നു. ഞാൻ അതിനൊരു ഷോർട്സ് 2 ദിവസം മുന്നേ ഞാൻ ഇട്ടിരുന്നു, അതും ഇത് ലക്ഷ്യം വെച്ചിട്ടായിരുന്നു. അപ്പോൾ അവൾ ചോദിക്കുക, എന്തായിരിക്കും അതിനൊരു കാരണം, കൗൺസിലിങ്ങിന് കൊണ്ടായാൽ ശരിയാവുമോ? ഞാൻ പറഞ്ഞു 99% ഭർത്താവ് ഓക്കെയാണ്. ഈ ഒരു ശതമാനമുള്ള അത് ക്ഷമിച്ചേക്കെന്ന് പറഞ്ഞപ്പോൾ അവൾ പറയാണ്, ഞാൻ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും, ഏറ്റവും എൻ്റെ സന്തോഷം അതായിരിക്കും. ആ സന്തോഷം ആർക്കും ദോഷമില്ലാത്തൊരു കാര്യമാണ്. പിന്നെ എന്തിനാണ് അദ്ദേഹം അതിൽ നിന്ന് മാത്രം ഒരു മൈൻഡ് മാറ്റി പിന്നെ കുറച്ച് ദിവസം മുണ്ടാതെയൊക്കെ നടന്നത്, എന്താ കാര്യം എന്നറിയില്ല. വിരുന്ന് പോയിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏതായാലും ഇവിടെ 3 ദിവസം നിങ്ങൾ ഉണ്ടാവില്ലല്ലോ, അപ്പോൾ ഞാൻ അവിടെ കോട്ടയം ചോദിച്ചപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ ജ്യേഷ്ഠത്തിമാരും മക്കളൊക്കെ വരുന്നുണ്ട്, അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞപ്പോൾ അത് ഇയാൾക്ക് എന്തോ ഇഷ്ടക്കേട്. കാരണം മുഖം ഒക്കെ മാറി, പിന്നെ വലിയ മുണ്ടാട്ടൊന്നുമില്ല, എന്തോ ഒരു ഭയങ്കര ഒരു യുദ്ധം ആ വീട്ടിൽ കഴിഞ്ഞ പോലെ. കാരണം നല്ല അടിപിടിയും കച്ചറയും പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞാൽ 2 ദിവസം ഉണ്ടാവുമല്ലോ ഒരു മൂഡ് ഓഫ്, ആ മൂഡ് ഓഫ് പോലെയാണ് അയാൾക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇവൾക്കും മൂഡ് പോയി, ഞാൻ പോണില്ല, നിങ്ങൾ എവിടെ വെച്ചാൽ പോയിക്കോ, ഞാൻ പോണില്ല എന്ന് ഇവൾ പറഞ്ഞു നോക്കി. അപ്പോൾ ഇങ്ങോട്ട് ചൂടാവുകയാണ്, എന്താ കാര്യം, പോണീന് ഇപ്പോൾ എന്താ പ്രശ്നം, അങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. പക്ഷേ ഇവൾക്കറിയാം ആളെ കുറേ വർഷങ്ങളായിട്ട് കാണുന്നതല്ലേ. അപ്പോൾ ഇവൾക്കറിയാം ഇയാളുടെ പ്രശ്നം എന്താണെന്നുള്ള ഇവൾക്ക് മനസ്സിലായി. കാരണം ഇതുപോലെ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷം പ്രകടിപ്പിച്ച് കഴിഞ്ഞാൽ ആൾ മൂഡ് ഓഫ് ആവും അത്രേ. അത് പോണ്ട, അല്ലെങ്കിൽ ജ്യേഷ്ഠത്തിമാർ വരുന്ന ദിവസം തന്നെ പോണ്ട, അങ്ങനെയൊക്കെ ഒരു സ്വഭാവം. അത് വല്ല മാനസിക രോഗമാണോ? കാരണം ഓവറായിട്ട് കാരണം അവളെ നന്നായി കെയർ ചെയ്യുന്ന ഭർത്താവാണ്, അതാണ് വലിയ സങ്കടം. പിന്നെ ഇവളിപ്പോൾ ഏട്ടത്തിമാർ, ഞാനേതായാലും പോവുകയാണ്, നീ അപ്പോൾ ഏട്ടത്തിമാർ എല്ലാവരും വരുമ്പോൾ അവരെ കൂടെ അടിച്ചു പൊളിച്ച് എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കാൻ കിട്ടിയൊരു ചാൻസ് അല്ലേ എന്ന് പറഞ്ഞേക്കേണ്ട അവൾ ഈ ഒരു വിഷയം പറഞ്ഞോട് കൂടി ഡൗൺ ആയി എന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്താ സുഖമാണെന്നുള്ളത് ആർക്കും ഒരു പിടുത്തം കിട്ടുന്നില്ല. എന്തെങ്കിലും മാനസികമായിട്ടുള്ളതാണോ, ഇനി വല്ല സൈക്കാട്രിസ്റ്റിനെ കാണിക്കേണ്ടി വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവൾ. പിന്നെ ഒരു കാര്യമുണ്ടല്ലോ, എല്ലാ സന്തോഷവും പടച്ചവും ഒരുമിച്ച് കൊടുക്കൂലെന്ന്. അപ്പോൾ അതേപോലെ 99% ഓക്കെയാണ്, 1% അല്ലേ പ്രശ്നമുള്ളൂ, അത് സഹിച്ചോ കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞത്, എനിക്കത് ഭയങ്കര മാനസിക പ്രയാസമാണ്, ബാക്കിയുള്ളത് എന്തും ആവാം, ആയിക്കോട്ടെ, ഇനിയിപ്പോൾ എനിക്ക് അടുത്ത ദിവസം ഒരു കല്യാണം ഡ്രസ്സ് എടുക്കണം പറഞ്ഞാൽ വേണ്ട, കഴിഞ്ഞ പ്രാവശ്യം എടുത്തതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പരാതി ഉണ്ടായിരുന്നില്ല. കാര്യം സത്യം തന്നെയല്ലേ, കഴിഞ്ഞ മാസം എടുത്താണ് ഒരു കല്യാണത്തിന്. അപ്പോൾ ഇനിയിപ്പോൾ വീണ്ടും എടുക്കാൻ പറഞ്ഞാൽ അവളെന്നോട് പറഞ്ഞതാണ്, വീണ്ടും എടുക്കാൻ പറയുമ്പോൾ ചിലപ്പോൾ പൈസക്ക് ഉണ്ടാവുന്ന കല്യാണങ്ങൾക്കും സൽക്കാരങ്ങൾക്കും ഫുള്ള് ഡ്രസ്സ് എടുക്കാനൊന്നും പറ്റില്ല. അതൊക്കെ ഒരു മര്യാദ, നമ്മൾ ആവശ്യപ്പെട്ടാലും വേണ്ടാന്ന് പറഞ്ഞാൽ അതിന് കുറ്റം പറയാനൊന്നും പറ്റില്ല. പക്ഷേ അതല്ല, ഇത് ആർക്കും ഒരു നഷ്ടമോ ഒന്നുമില്ലാത്തൊരു കാര്യമാണ്. എൻ്റെ അടുത്തിമാരെല്ലാവരും വന്നിട്ടുണ്ടെന്ന് ഞാനും പോട്ടെ, നിങ്ങളിവിടെ ഇല്ലാത്ത ദിവസമല്ലേ. പിന്നെ അമ്മയും പാപ്പയൊന്നും അവിടെ ആ വീട്ടിലല്ല താമസിക്കുന്നത്, കുറച്ച് അപ്പുറത്താണ് താമസിക്കുന്നത്. അപ്പോൾ അത് അവൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഇത് എന്താ അസുഖമാണെന്നുള്ളത് അവളിങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ യൂട്യൂബിൽ ഇട്ടോട്ടെ. അപ്പോൾ ഇട്ട് നോക്ക്, ചിലപ്പോൾ പല ആളുകൾക്കും പല ലേഡീസിനും ഇങ്ങനെ അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചു നോക്ക്. കാരണം ഭർത്താവിൻ്റെ വീട്ടിൽ നല്ല സന്തോഷമായിട്ട് കഴിഞ്ഞ ഇടയിൽ അവൾ വിരുന്ന് പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭർത്താവിൻ്റെ മുഖം മാറും. അതല്ലെങ്കിൽ ഈ ഉമ്മയും പാപ്പയും, ഭർത്താവിൻ്റെ ഉമ്മാൻ്റെയും പാപ്പേൻ്റെയും കുടുംബങ്ങളുടെ മുഖമായിരിക്കും മാറുന്നത്. അതിൻ്റെ ആവശ്യം എന്താണ്? കാരണം ഒരു മാസത്തോളം ഇവരിവിടെ നിന്നിട്ടാണ് 2 ദിവസത്തിനോ 3 ദിവസത്തിനോ സ്വന്തം വീട്ടിലേക്ക് പോണത്. അവിടുത്തെ മകളല്ലേ, അവിടുത്തെ പേരമക്കൾ അവിടെ എല്ലാവർക്കും കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ. അപ്പോൾ അതൊരു ഭയങ്കര വിഷമം അവൾക്ക്. അപ്പോൾ ഈ അമ്മായിമ്മ അമ്മശങ്ങൾക്കൊക്കെ വലിയ പ്രശ്നമൊന്നുമില്ല.
പോണേനും വരുന്നത്. കാരണം അവർ വേറെ വീട് സ്വന്തം വീട് വെച്ച് മാറിയതാണ്. അവർ മകനും ഭാര്യയും കുട്ടികളോട് സന്തോഷമായിട്ട് ജീവിക്കുകയാണ്, അവർക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഭർത്താവിൻ്റെ പ്രശ്നത്താണ് വീട്ടിലേക്ക് ഭാര്യ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോവുകയാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവൾക്ക് അങ്ങനെ ഒരു സന്തോഷം ഉണ്ട്, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ അവൾക്ക് ഭയങ്കര ഓവറായിട്ടുള്ള സന്തോഷിക്കുമല്ലോ, എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾ പെട്ടെന്ന് ഉണ്ടാവണം. അങ്ങനെ സന്തോഷിക്കേണ്ട എന്നുള്ള രീതി അവളെങ്ങനെയെന്നറിയോ, നമ്മളിപ്പോൾ വിളിക്കണമെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഒരുപാട് മാസങ്ങൾക്ക് ശേഷം വിളിക്കണമെങ്കിൽ എൻ്റെ റബ്ബേ എനിക്ക് ഒരുപാട് സന്തോഷമായി, ഒരുപാട് 40 വട്ടം പറയുന്നത്. അപ്പോൾ അതുപോലെ ആ ഹസ്ബൻഡിനോടും പറയുന്നുണ്ടാവും, എനിക്ക് ഒരുപാട് സന്തോഷമായിട്ട് വിളിച്ചത്, ഒരുപാട് ഇഷ്ടമായി, ഒരുപാട് സന്തോഷമായി എനിക്ക് അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങനെ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഇനി ഇയാൾക്ക് പറ്റാനിട്ടാണോ, അതോ ഇനി അവളെ വീട്ടിലേക്ക് പോണത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണോ, അതോ ഇനി അവളെ ജ്യേഷ്ഠത്തിമാരും മക്കളും എല്ലാവരും കൂടി അവളെ തറവാട്ടിൽ ഒരുമിച്ച് കൂടി എൻജോയ് ചെയ്യുമ്പോൾ അത് ഇയാൾക്ക് പറ്റാനിട്ടാണോ എന്താണെന്നറിയില്ല. എന്നാൽ അങ്ങനെ സ്വന്തം ഭാര്യനെ സ്നേഹിക്കാത്ത ആളല്ല, ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ ഈ ഒരു കാര്യം പറയുമ്പോൾ മാത്രം അവൾ ഓവറായിട്ട് സന്തോഷിക്കുന്ന ഒരു കാര്യമുണ്ടോ, അതിന് അയാൾ ഇതായിരിക്കും. അവൾ പറയണ ഒരുപാട് കാര്യങ്ങൾ, ഞാനിതുപോലെ സന്തോഷമുള്ള കാര്യങ്ങൾ ഒരുപാട് സന്തോഷപ്പെട്ട് ചെന്നിട്ട് പറയുമ്പോൾ ചെയ്തോ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ആളുടെ മുഖമൊക്കെ മാറി. അപ്പോൾ ആ കണ്ണും മുഖമൊക്കെ പടെ കാണുമ്പോൾ ഞാൻ പിന്നെ എനിക്കെന്തോ താല്പര്യമില്ല, ഞാൻ ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഞാൻ എന്നെ പിൻവാങ്ങി പോകുന്ന എൻ്റെ സന്തോഷം ഒരുപാട് ഞാൻ ഇല്ലാതാക്കിയിട്ടുണ്ടെന്ന്. അവൾക്കുള്ള ഒരുപാട് സന്തോഷങ്ങൾ അവൾ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ഞാൻ ചിലപ്പോൾ ഇവർ രണ്ടുപേരൊക്കെ നമുക്ക് അങ്ങനെ ചെയ്താലോ ഒക്കെ ചെയ്യുമ്പോൾ ഓക്കെ ചെയ്യാമെന്ന് പറയും. അപ്പോൾ അവൾക്ക് എന്തോ അവൾ +2 വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ +2ൻ്റെ അപ്പുറം കുറച്ചും കൂടി എന്തൊക്കെയാണ് പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിട്ട് അവൾ നേഴ്സിങ്ങിൻ്റെ ആണോ TTC കോഴ്സ് എന്തോന്ന് പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞത്ര ആയിക്കോട്ടെ, കാരണം എൻ്റെ കൂടെയുള്ള ലേഡീസൊക്കെ പഠിച്ച് ജോലിയൊക്കെ ആയി, ഇനി ജോലി ഇല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് എങ്കിലും ആവുമല്ലോ, നീ പഠിച്ചോ എന്നൊക്കെ പറഞ്ഞത്രേ. അപ്പോൾ ഓക്കെ പറഞ്ഞിട്ട് അവൻ്റെ സമ്മതത്തോടു കൂടി ഇവൾ അഡ്മിഷനൊക്കെ എടുത്ത് എല്ലാം റെഡിയായി പോകാൻ നേരത്ത് ഒരാഴ്ച മുന്നേറ്റേ 1-2 ആഴ്ച മുന്നേറ്റേ അവൾ പിന്നെ മുഖം മാറൽ തുടങ്ങി. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കാത്രേ. എനിക്ക് ബാഗ് വാങ്ങണം, ഇനി പഴയ പോലെ LKG കുട്ടികളെ പോലെ മക്കളെ സ്കൂളിൽ പറഞ്ഞതിന് ശേഷം ഞാനും തമാശയൊക്കെ പറയുമല്ലോ, വാട്ടർ ബോട്ടിലൊക്കെ കൊണ്ട് ഞാനും ഇനി സ്കൂളിൽ പോവുകയാണ്, പൊളിക്കും എന്നൊക്കെ പറഞ്ഞാൽ പറയാത്രേ. അപ്പോൾ ഒന്നും ഇയാൾ മുന്നണില്ല. അതുവരെ ഇനി പഠിച്ചോ കുഴപ്പമില്ല, എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സുകളൊക്കെ പഠിച്ച് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ആകുമല്ലോ എന്നൊക്കെ പറഞ്ഞ വ്യക്തി പിന്നെ ഇവൾ പോകാൻ 2 ആഴ്ച മുന്നേ ഇയാൾ മോന്തം കൽപ്പിച്ച് നിൽക്കൽ തുടങ്ങി. എന്താ കാര്യം ചോദിക്കുമ്പോൾ നിങ്ങളെന്താ പയ്യ ഉഷാറില്ലാത്ത, എന്താ തമാശ പറയാത്തത്, എന്താ ചിരിക്കാത്തത് ചോദിക്കുന്നതിന് മാത്രം മറുപടി ഉള്ളല്ലോ, പെട്ടെന്ന് മാറിയാലോ, എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ അറിയില്ല, ഒന്നുമില്ല എന്ന് പറയും. പക്ഷേ ഇയാൾക്കത് ഇഷ്ടക്കേടുണ്ട്, ഇവളെ ഈ ഓവർ സന്തോഷിച്ച് ഈ ഒരു കാര്യത്തിന് ഇഷ്ടക്കേടുണ്ടെന്ന് അവൾക്ക് തോന്നിയത്രേ. അപ്പോൾ അവൾ പറഞ്ഞല്ലോ എനിക്കെന്തോ തോന്നണില്ല, അപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തോന്നണില്ല, അപ്പോൾ നിങ്ങളതിന് ഫീസ് ഇതൊന്നും കിട്ടൊന്നും വേണ്ട, ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അതെന്താ അങ്ങനെ ആവുക, കുഴപ്പമില്ല പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞത്രേ. അപ്പോൾ ഇവൾ പറഞ്ഞല്ലോ വേണ്ട എനിക്കായിട്ട് താല്പര്യമില്ല പറഞ്ഞിട്ട് അതിൽ നിന്ന് ഇവൾ പിന്മാറിയെന്ന്. കാരണം ഇയാളെ ഈ സ്വഭാവം കാരണം അതെന്താ സംഭവം എന്നല്ല, കൂടുതൽ സന്തോഷം പ്രകടിപ്പിക്കാൻ പറ്റൂല ആളെ മുന്നിൽ. അപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിക്കണമെന്ന് കണ്ടു കഴിഞ്ഞാൽ അയാളെ മുഖം മാറും. എന്നാൽ പിന്നെ എനിക്ക് ആ ചുരിദാർ വേണം, അല്ലെങ്കിൽ എനിക്ക് പാർക്ക് പോകണം, ബീച്ചിൽ പോകണം, അല്ലെങ്കിൽ മുത്തമ്മാൻ്റെ വീട്ടിൽ പോകണം, കുടുംബത്തിലോ നാത്തുമാരുടെ എവിടെയെങ്കിലും പോകണം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം എനിക്ക് നേരല്ല, ഞാൻ വൈകുന്നേരം വരാം, അപ്പത്തിന് ഒരുങ്ങി നിന്ന് പറഞ്ഞിട്ട് ആൾ സപ്പോർട്ട് ചെയ്ത് കൂടെ പോന്നു കൊടുക്കുമെന്ന് പറഞ്ഞു. വണ്ടി ഓടിച്ച് 2 പേരും പോയി എല്ലാവരും കണ്ടൊക്കെ തിരിച്ചു വരും. അതിനൊന്നും എതിരില്ല, അവൾ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന ഒരാൾ. പക്ഷേ അവൾ കൂടുതൽ അവൾ ആഗ്രഹിച്ചിട്ട് ഒരു കാര്യം പറയുമ്പോൾ അയാൾ ഓക്കെ എന്നും പറയും, എന്നിട്ട് പിന്നെ അവളത് ചെയ്യാൻ പോവുകയാണ്, അത് അടുത്തെത്തിക്കണമെന്ന് കാണുമ്പോൾ ആളുടെ മുഖം മാറി, അയാൾ 2 ദിവസം മിണ്ടാതെയൊക്കെ നടന്ന് കൊടുത്താൽ മാത്രം കഴിക്കുക, ചോദിക്കണേൽ മാത്രം മറുപടി പറയുക, അതായത് എന്തോ ഒരു പ്രശ്നം നടന്ന പോലെ അവിടെ ഒരു ഫീലിംഗ് ആണ്. പിന്നെ ഒരു അന്തരീക്ഷം തന്നെ മാറി, കുട്ടികൾ പോലും പിന്നെ ഞങ്ങളെ മുന്നിലേക്ക് വരില്ല, കാരണം ഞങ്ങൾ രണ്ടോളം ചിരിയും കളിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മക്കൾ മുന്നിലേക്ക് വരാൻ അവർക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ ഞാൻ സന്തോഷിക്കുന്ന ഒരു കാര്യം ആർക്കും ദോഷമില്ല എന്നുണ്ടെങ്കിൽ ആൾ ഓക്കെ എന്നും പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് ആ ഫേസ് മാറേണ്ട കാര്യം എന്താണ്, അത് വല്ല മാനസിക പ്രശ്നമാണോ, എനിക്ക് ആരോട് ഇത് ഷെയർ ചെയ്യാൻ പറ്റണില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്താണ്, അത്രയും നോക്കുന്നൊരു ഭർത്താവിനെ ഒരു നിസാര വിഷയത്തിന് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തും. പക്ഷെ ആ നിസാര വിഷയം എന്നെ സംബന്ധിച്ച് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് റബിന എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെൺകുട്ടി കുറേ സംസാരിച്ചു കേട്ടോ. അപ്പോൾ സത്യത്തിൽ എന്തായിരിക്കും അത്, നിങ്ങളെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്താണ് ആ പ്രശ്നം, ആ ഒരു ഭർത്താവിന് ആ സഹോദരന് എന്തായിരിക്കും ആ പ്രശ്നം? കാരണം ഭാര്യനെ അത്രയും സ്നേഹിച്ചിട്ട് എല്ലാത്തിനും കൂട്ടുനിന്ന് എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തി, അവളായിട്ട് എന്തെങ്കിലും ഒരു പ്ലാനിങ് പറഞ്ഞ് അവൾ ഓവറായിട്ട് സന്തോഷിക്കുന്നത് കാണുമ്പോൾ മാത്രം ഇയാൾ ഡൗൺ ആകണതിൻ്റെ കാരണം എന്തായിരിക്കും? ഇയാൾക്ക് വല്ല കൗൺസിലിങ്ങിൻ്റെ ആവശ്യം ഉണ്ടോ ശരിക്ക്? അവൾ പറയണത് ഒരുപാട് 1, 2, 3 കേസുകളല്ല എനിക്ക് എടുത്തെടുത്ത് പറയാൻ പറ്റാഞ്ഞിട്ടാണ്. എനിക്കിത് വേറെ ആരോടെങ്കിലും ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ കളിയാക്കി അല്ലെങ്കിൽ പരിഹസിക്കുക അല്ലെങ്കിൽ എന്നെ അഹങ്കാരി എന്നൊക്കെ പറയും, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളെ അഭിപ്രായം എന്താണ്? അതൊരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ടോ? അതൊരു തെറ്റാണോ? അതോ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടോ സത്യത്തിൽ? കാരണം എല്ലാം ചെയ്തു കൊടുക്കുന്ന ആളാണെങ്കിലും അവൾ ആഗ്രഹിക്കുന്ന കാര്യം അവൾ പറയണത്, ഞാൻ എൻ്റെ ഇഷ്ടത്തിനല്ല, എൻ്റെ ഇഷ്ടങ്ങളൊന്നും നടക്കാറില്ല, പക്ഷെ ആളെ ഇഷ്ടങ്ങൾ നടക്കാറുണ്ട്,
പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുമ്പോൾ ആൾ എതിര് നിൽക്കുന്നത് പലവട്ടം കണ്ടതുകൊണ്ട് എനിക്കതൊരു മാനസിക പ്രയാസമായി. സത്യത്തിൽ ഒരു ആരോടും പറയാനും പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് ഇതൊരു കുറ്റമാണോ എന്ന് എനിക്ക് മനസ്സിലാവണില്ല. പക്ഷേ എൻ്റെ ആഗ്രഹങ്ങൾ ഒന്നും നടക്കണില്ല. ഞാൻ ഒരുപാട് ഇപ്പോൾ ഞാൻ പഠനം തുടരണം എന്ന് പറഞ്ഞു, അത് ആളെന്നെ പറഞ്ഞു ഓക്കെ ചെയ്തു എന്ന് പറഞ്ഞു, അതും മുടക്കി. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എന്ത് സംഭവം എന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇത് കൗൺസിലിങ്ങിന് എങ്ങനെ കൊണ്ടുപോകുക, അങ്ങനെ കൊണ്ടുപോകണോ? അപ്പം ഞാൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ, അപ്പോൾ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തതാന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അത് സംഭവം കേൾക്കുന്നവർക്ക് നീ പറഞ്ഞ പോലെ തന്നെ പല ആളുകളും കേട്ട് കഴിഞ്ഞാൽ അവർ പറഞ്ഞു നിസാരല്ലേ, ഒഴിവാക്കി വിട്, ബാക്കിയെല്ലാം ഓക്കെ അല്ലേ എന്ന് പറയും. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ എൻ്റെ ആളെ ഇഷ്ടത്തിന് ആൾ ഇങ്ങനെ റൂട്ട് തിരിച്ചു വിടുന്ന അതിലങ്ങനെ പോകാമെന്നുള്ളൂ. കാരണം ഒരു മനുഷ്യനല്ലേ, അവനവന് കുറച്ചൊക്കെ ആഗ്രഹം ഉണ്ടാവില്ല. എല്ലാം ഒന്നും നടന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ കുറച്ചെങ്കിലുമൊക്കെ നടക്കണ്ടേ. അപ്പോൾ ഇപ്പോൾ പഠനമല്ല എന്നുണ്ടെങ്കിൽ പഠിക്കണം അതൊന്നും വേണ്ട, അത് പോട്ടെ, ഇനി അത് ഒഴിവാക്കാം. താല്പര്യമില്ല ആൾക്ക് താല്പര്യമില്ലെങ്കിൽ അത് അപ്പം തന്നെ ഞാൻ ക്യാൻസൽ ചെയ്തു. കാരണം പണം അടച്ചിട്ട് പിന്നെ ആ പൈസ ഒന്നും പിന്നെ തിരിച്ചു കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ഒഴിവായി. അതോടുകൂടിയാണ് ആൾ മിണ്ടാനൊക്കെ തുടങ്ങിയത്. അതുവരെ ആൾ ഡള്ളായി നടക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഇത് സ്വാഭാവികം തന്നെയാണോ? എല്ലാവർക്കും ഇങ്ങനെ ചില ആളുകൾ ഇങ്ങനെ ഉണ്ടോ? അതോ ഇയാൾക്ക് എന്തെങ്കിലും അസുഖം പോലെയാണോ? എന്താണ് ഇത്? അയാളുടെ മൈൻഡ് എന്താണ്? അത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയോ? കാരണം അവൾ പറയണത് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ടെങ്കിൽ ഞാൻ അയാൾ തിരിച്ചു വിടുന്ന വഴിയിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞാൽ, കാരണം ഞാൻ ഓവറായിട്ട് സന്തോഷിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ പഠനത്തിൻ്റെ കാര്യമാണെങ്കിൽ എന്താണെങ്കിലും ആ ഒരു ആഗ്രഹം ആർക്കും ദോഷമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ആൾക്ക് താല്പര്യമില്ല, അത് മനസ്സിലായി. ഫേസ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. 2 ആഴ്ച മുന്നേ ഞാനത് ക്യാൻസൽ ചെയ്തു. പൈസയ്ക്ക് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് ഞാൻ പിന്മാറി. പക്ഷേ അപ്പോൾ അതിന് ശേഷമാണ് ആളൊന്ന് മിണ്ടി തുടങ്ങിയത്. അപ്പോൾ അതുപോലെ ഞാൻ എന്ത് അങ്ങടെ ആഗ്രഹം പറഞ്ഞ് ഓവർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അതിന് എതിരാണ് എൻ്റെ ഹസ്ബൻഡ് നിൽക്കുന്നത്. അത് സംഭവം അപ്പം ഞാൻ പറഞ്ഞു 99% ഓക്കെ ആണല്ലോ. അപ്പോൾ പിന്നെ അതാണ് ക്ഷമിച്ചേക്കെന്ന് പറഞ്ഞപ്പോൾ അവൾ പറയാണ് അത് എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ പ്രകടിപ്പിക്കുമ്പോൾ അതിന് ആൾക്ക് മുഖം കറക്കേണ്ട കാര്യം എന്താണ്? ഞാൻ ആളെ കുടുംബത്തിനോ എൻ്റെ കുടുംബത്തിനോ നാട്ടുകാർക്കോ മക്കൾക്കോ ആർക്കും ദോഷമില്ലാത്ത എന്തെങ്കിലും കാര്യമായിരിക്കും. പക്ഷേ എനിക്കാണെങ്കിൽ ചെറിയ വിഷയം കിട്ടിയ എന്താ പറയുക ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ ആ സന്തോഷം ഞാൻ പ്രകടിപ്പിച്ചിട്ട് ചെല്ലുമ്പോൾ ആൾ വേണ്ടാന്ന് പറയും. ചെയ്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ ആളെ മുഖമൊക്കെ മാറി, പിന്നെ ആകെ ഫേസൊക്കെ മാറി ദേഷ്യം പിടിച്ച പോലെയാണ്. പിന്നെ അങ്ങനെയൊക്കെ ചൂടാവുക, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ തന്നെ അതിൽ നിന്ന് പിന്മാറി പോരുകയാണ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ അതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്യാന്ന് പറഞ്ഞു. കാരണം ആൾക്കത് പറ്റിയിട്ടില്ല, ഇഷ്ടമായിട്ടില്ല എന്ന് മനസ്സിലാവുന്നു. അപ്പോൾ ചിലപ്പോൾ അവരെ ഉമ്മയും പാപ്പയും അതെന്താ നീ അങ്ങനെ പറഞ്ഞതാണല്ലോ, എന്നിട്ട് ഇപ്പോൾ എന്തേ വേണ്ടാന്ന് വെച്ചു എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമല്ല എനിക്ക് പിന്നെ എന്നിട്ട് ഇവർ എല്ലാവരും ഇവളെ കുറ്റപ്പെടുത്തും അത്രേ. അത് ശരി, എന്തൊരു കാര്യം അവൾ പ്ലാൻ ചെയ്തു ഓക്കെ എന്ന് പറഞ്ഞ് റെഡിയായി ഭയങ്കര സന്തോഷങ്ങൾ പ്രകടിപ്പിക്കും. എന്നിട്ട് പിന്നെ അവസാനം വെച്ചിട്ട് അവൾ പറയും എനിക്ക് വേണ്ട, അത് താല്പര്യമില്ല എന്ന് പറയും. അപ്പോൾ അവൾ അപ്പോഴും ആളുകൾ എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. പക്ഷേ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ മോന്ത കണ്ടിട്ടാണ് ഞാൻ ആൾക്ക് താല്പര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടാണ് ഞാൻ അതിൽ നിന്ന് പിന്മാറുന്നത്. അങ്ങനെയാണ് അനുഭവങ്ങൾ പലതും ഉണ്ടാവാറുള്ളത്. ആഗ്രഹത്തിനനുസരിച്ച് ഞാൻ ജീവിക്കുകയാണ് ചെയ്യുക. എൻ്റെ ഒരു ആഗ്രഹങ്ങളും ഇതുപോലുള്ള ആഗ്രഹങ്ങൾ കേട്ടോ, അല്ലാതെ അയാൾ തിന്നാൻ കൊടുക്കണില്ല അല്ലെങ്കിൽ വസ്ത്രവും ഭക്ഷണവും ഇതൊന്നും കൊടുക്കണില്ല അങ്ങനെയൊന്നും അല്ല കേട്ടോ. അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവനാൽ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് അവരെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ കുഞ്ഞു ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല, ആർക്കും ദോഷമില്ലാത്ത ആഗ്രഹങ്ങൾ. അതിന് ഇവൾ ഒരുപാട് സന്തോഷിക്കും. കാരണം അവൾ ആഗ്രഹിച്ചൊരു കാര്യം നടക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷിക്കും. ആ സന്തോഷം മറ്റുള്ളവരെ മുന്നിൽ പ്രകടിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അത് ഹസ്ബൻഡിന് കാണുമ്പോൾ ഹസ്ബൻഡിൻ്റെ മുഖം മാറി 2 ദിവസം മിണ്ടാതെയൊക്കെ നടന്നു. അവൾ അതിന് പിന്മാറുന്നത് വരെ അയാൾ ഒരു മൗനമായ ഇതുപോലെ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ അവളായിട്ട് പിന്മാറുന്നു. അപ്പോൾ അവളെ സംബന്ധിച്ച് അത് മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ റബിന പറഞ്ഞ പോലെ തന്നെ അവർ പറയുക അത് സാറില്ല, അത് ഒരു വിഷയമേ ഉള്ളൂ, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറയും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ വർഷങ്ങളോളമായി ഞാനിതിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര വിഷമം, സങ്കടം. ഞാൻ എന്തെങ്കിലും സന്തോഷിക്കുമ്പോൾ എന്തിനാണ് അദ്ദേഹം എതിര് നിൽക്കുന്നതെന്ന് ആലോചിച്ചിട്ട് ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ കമൻറ്റ് വായിക്കാൻ വരുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വോയിസ് കേട്ടിട്ട് എന്താ തോന്നുന്നത് വെച്ചാൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടോ, അതോ എന്താണ് ആ പെൺകുട്ടി ചെയ്യേണ്ടത്? ഞാനിത് ഒരുപാട് സഹോദരിമാരല്ല സഹോദരന്മാരും കുറേ ആളുകൾ വായിക്കുന്നതാണല്ലോ, അല്ല കാണുന്നതാണല്ലോ വീഡിയോ. അപ്പോൾ അതിന് ആളുകൾ കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അല്ലാത്തൊരു പ്രശ്നമല്ല. പിന്നെ സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ ഒന്നും ആൾക്ക് എതിരൊന്നുമില്ല. പക്ഷേ മറ്റേ കുടുംബങ്ങളെല്ലാവരും ഒരുമിച്ച് ഇന്ന് അടിപൊളിയാണ് സന്തോഷിക്കുകയാണ് എന്നുള്ളത് കാണുമ്പോൾ അപ്പോൾ ആൾക്ക് വെറുപ്പാണ്. അത് വെറുപ്പല്ല, അതൊരു അസൂയ പോലെ എന്തോ ഒരു പോലെയാണ് അത്രേ. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് മക്കൾ സ്വന്തം നമ്മുടെ വീട്ടിൽ ഭർത്താവിൻ്റെ വീട്ടിലിങ്ങനെ നിൽക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ അവളെ വീട്ടിലേക്ക് കല്യാണം ഒരു 8 ദിവസത്തിനോ അല്ലെങ്കിൽ 4 ദിവസത്തിനോ മക്കളും പേരമക്കളും പോയി കഴിഞ്ഞാൽ ഈ ഭർത്താവിൻ്റെ ഉമ്മയും ബാപ്പയും ചോദിക്കുന്നൊരു കാര്യമുണ്ട്, നമ്മളെ വീട്ടിൽ നിന്നപ്പോൾ കുട്ടികൾ എന്ത് തടിയായിരുന്നു, അവിടെ പോയപ്പോൾ എന്താ പട്ടിണിയായിരുന്നോ, പിന്നെ അതേപോലെ തന്നെ ഇവിടുന്ന് ഒരു അസുഖം ഉണ്ടായില്ല,
അവിടെ നിന്ന് എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടാവുന്നത് എന്താണ്, അവിടെ നിന്ന് കുട്ടികളെ നോക്കാറില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഉമ്മയും പാപ്പയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ മക്കൾ പെൺകുട്ടികളെ എപ്പോഴെങ്കിലും മാസത്തിലോ 2 മാസം കൂടുമ്പോഴൊക്കെ ഒരു 8 ദിവസത്തിന് വരുമ്പോൾ അവർ പൊന്നുപോലെ നോക്കും. പക്ഷേ ഇവർ ചേഞ്ച് ആകുമ്പോൾ അവർക്ക് കളിയും എല്ലാം കൂടി കുറച്ച് കൂടും. കാരണം ഈ ഉമ്മയും പാപ്പയും എന്ന് പറയുമ്പോൾ എപ്പോഴെങ്കിലും ഈ പെൺമക്കളെ കുട്ടികളെ കിട്ടുള്ളൂ. അവരെ അപ്പോൾ മാക്സിമം തിന്നാൻ കൊടുത്തിട്ടും അവരെ കൂടുതൽ കെയർ ചെയ്യുകയാണ് ചെയ്യുക കേട്ടോ. അല്ലാതെ അവരെ മൈൻഡ് ചെയ്യാതെ അവോയ്ഡ് ചെയ്യുകയല്ല ചെയ്യുക, കൂടുതൽ നോക്കുകയാണ് ചെയ്യുക. കാരണം വെച്ചാൽ എപ്പോഴെങ്കിലും വരുന്ന മക്കളല്ലേ, അതുകൊണ്ട്. പിന്നെ ഇവർ അവിടെ ചെന്നാൽ ചിലപ്പോൾ അവിടുത്തെ ഇവന്നും നമ്മൾ 2 മാസം അടുപ്പിച്ച് കുളിച്ചത് നമ്മുടെ ബാപ്പാൻ്റെ വീട്ടിൽ നിന്നായിരിക്കും. ഉമ്മാൻ്റെ വീട്ടിലേക്ക് 8 ദിവസത്തിന് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ജലദോഷമൊക്കെ വന്നു വരും. അത് മനഃപൂർവ്വം അവർ ജലദോഷം പനിയൊന്നും ഉണ്ടാക്കുന്നതല്ല. അതേപോലെ തന്നെയാണ് കുട്ടികളാകുമ്പോൾ നെഗറ്റീവും ചെയ്യും പോസിറ്റീവും ചെയ്യും. അതായത് വേണ്ടാത്തതും ചെയ്യും നല്ലതും ചെയ്യും. ഇപ്പോൾ എന്തെങ്കിലും വേണ്ടാത്തതും ചെയ്യുമ്പോൾ നമ്മൾ മുതിർന്നവർ ഓടിച്ചെന്ന് അവരെ അവിടുന്ന് മാറ്റി അല്ലെങ്കിൽ അങ്ങനെ ചെയ്യല്ലേ എന്നൊക്കെ പറയുകയാണ് ചെയ്യുക. അപ്പോൾ അവരെന്തെങ്കിലും വേണ്ടാത്ത എന്തെങ്കിലും ചെയ്യുകയാണെന്ന് പറയാം, നമ്മളെ വീട്ടിൽ ഈ സ്വഭാവമല്ല, ഇത് ആരെ സ്വഭാവമാണ് ആ പറഞ്ഞിട്ട് ഈ പെണ്ണിനെ കിട്ടി അങ്ങനെ തട്ടി പറയാം. കാരണം വെച്ചാൽ അത് അവളെ വീട്ടിലത്തെ സ്വഭാവമാണ്. നല്ലതൊക്കെ നമ്മളെ വീട്ടിൽ, കുട്ടി എന്തെങ്കിലും മോശപ്പെട്ട രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഭാര്യ വീട്ടിലെ അല്ലെങ്കിൽ ഭാര്യയുടെ സ്വഭാവമാണെന്ന് അങ്ങനെ ഒരു കുത്തുവാക്ക് പറയുന്നുണ്ട് കേട്ടോ. സംഭവം നിസ്സാരമായിരിക്കും, പക്ഷേ അത് ഭയങ്കര വിഷമമുള്ള കാര്യം തന്നെയാണ്. കാരണം കുട്ടികൾ എല്ലാ തറവാട്ടിലെ മക്കളും ചെറിയ കുട്ടികൾ ഒരു 5 വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു 8 വയസ്സ് വരെ വികൃതി കാണിച്ചുകൊണ്ടിരിക്കും. അവിടുന്ന് നമ്മൾ പിടിച്ച് കാക്കുമ്പോഴേക്കും ഇപ്പുറത്ത് പോകും, ഇപ്പുറത്ത് പിടിച്ച് കാക്കുമ്പോഴേക്കും അപ്പുറത്ത് പോകും. ഇതന്നെയായിരിക്കും പണി. അപ്പോൾ ലാമ എണീറ്റ് വന്നു കേട്ടോ, ഉറക്കപ്രാന്താണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കുട്ടികൾ ചെയ്യുന്നതിന് അമ്മമാരെ കുറ്റപ്പെടുത്താനോ ഒന്നിനും നിൽക്കരുത് കേട്ടോ. ഉമ്മാൻ്റെ വീട്ടിലേക്ക് 8 ദിവസത്തിനൊക്കെ പോകുമ്പോൾ വെള്ളം മാറുമ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടികൾക്ക് ജലദോഷം പനിയൊക്കെ വരും കേട്ടോ. പിന്നെ അവർക്ക് ഭക്ഷണം അവർ കൊടുക്കാനിട്ടോ അല്ലെങ്കിൽ അവിടെ തിന്നാനില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അവർ മാക്സിമം അവർ നോക്കുന്നുണ്ടാവും. കാരണം കുറേ ദിവസത്തിന് ശേഷം കിട്ടിയ എൻ്റെ മക്കൾ എന്ന് വിചാരിച്ചിട്ട് അവിടെയുള്ള അമ്മമാരാണെങ്കിലും ഉമ്മയും പാപ്പയാണെങ്കിലും ഒക്കെ നന്നായി കുട്ടികളെ നോക്കുന്നുണ്ടാവും. പക്ഷേ അവർക്ക് അതിനുള്ള ടൈമും ഇല്ല, അത് ആസ്വദിച്ച് തിന്നാനുള്ള ടൈമൊന്നുമില്ല. അവർക്ക് ഓട്ടവും കളിയും ചിരിയും ഭയങ്കര സന്തോഷിക്കായിരിക്കും ഉമ്മാൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ. ഒരിക്കലും അമ്മമാരെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവരാരും പട്ടിണി കിടന്നില്ല മക്കളെ. മനഃപൂർവ്വം ജലദോഷം പനിയും നോക്കാതെ അവരെ നോക്കാഞ്ഞിട്ടോ അവരെ ശ്രദ്ധിക്കാഞ്ഞിട്ടോ അല്ല. അത് വെള്ളം മാറുമ്പോൾ ചിലപ്പോൾ കാലാവസ്ഥയൊക്കെ മാറുമ്പോൾ അങ്ങോട്ടുള്ള ചേഞ്ചൊക്കെ വരും. അല്ല ചില അമ്മായിമ്മയും മഷിങ്ങാക്കൊക്കെ പറയുന്ന കേൾക്കാം, അവളെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് ഭയങ്കര പനിയും ജലദോഷവും ചുമയൊക്കെയാണ്. പിന്നെ ആ അസുഖം മാറ്റാൻ 2 മാസം പിടിക്കും. ആ 2 മാസം കഴിഞ്ഞാൽ വീണ്ടും അവളെ വീട്ടിലേക്ക് 8 ദിവസത്തിനാണ് പോകും. അവർ ഈ മരുമോള് എന്ന് പറയുന്ന ആളും കണ്ണി കണ്ടവരുടെ വയറ്റിൽ പിറന്ന മകളാണ്. അപ്പോൾ അവരെ മക്കളും ഇവിടെ വന്ന് നിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കണം. നിങ്ങളെ മകൻ്റെ മക്കളെ നിങ്ങൾ നോക്കുന്ന പോലെ തന്നെ അവർക്കും ആഗ്രഹങ്ങളുണ്ടാവും, എൻ്റെ സ്വന്തം മക്കളും വരണം എന്നുള്ളത്. അതുപോലെ തന്നെ മകൻ്റെ മക്കളെ, കാരണം ഭർത്താവിൻ്റെ വീട്ടിലാണ് എത്രയും ദിവസം നിൽക്കുന്നത്. അപ്പോൾ 8 ദിവസമൊക്കെ അവരവരുടെ വീട്ടിൽ പോയി നിന്നോട്ടെ. ചിലപ്പോൾ അസുഖം ഉണ്ടായി വരും, ചിലപ്പോൾ അസുഖം ഇല്ലാതെ വരും. അതൊക്കെ സ്വാഭാവികം. നമ്മളെ വീട്ടിൽ നിന്നാലും അസുഖങ്ങളൊക്കെ ഉണ്ടാവാറില്ലേ. കുട്ടികൾ എന്ന് പറഞ്ഞാൽ 4 ദിവസം നല്ല തടിയൊക്കെ വെച്ച് ഉഷാറായി ഭക്ഷണം കഴിച്ചാൽ പിന്നെ 8 ദിവസം അവർ ഭക്ഷണം കഴിക്കില്ല. അങ്ങനെയൊക്കെ ഒരു ടൈപ്പ് ആയിരിക്കും. അപ്പോൾ അതിനൊന്നും കുറ്റപ്പെടുത്തരുത്. അതൊക്കെ ചില പെൺകുട്ടികൾക്ക് ഭയങ്കര മാനസിക പ്രയാസം കേട്ടോ. അപമാനമാണ്, സങ്കടമാണ്. കാരണം ആരും സ്വന്തം മക്കളെ നോക്കാത്ത ഒരു അമ്മമാരും ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു കേസ് കുറേ ആളുകൾ ഇത് കേട്ടിട്ടുണ്ട് കേട്ടോ. കുറേ പെൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് പനി, ഞാൻ എൻ്റെ വീട്ടിൽ പോയി കുട്ടികൾക്ക് ജലദോഷമോ പനിയോ, ചിലപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന അന്നായിരിക്കും ജലദോഷം പിടിച്ചിട്ടുണ്ടാവുക. പക്ഷേ എന്നെ ഒരാഴ്ച അത് മാറുന്ന പോലെ ആ അസുഖം എന്നാണോ കുറയണത് അത് വരെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ കുട്ടികൾ നാത്തുമാരെ മക്കളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വന്ന എന്തെങ്കിലും ഒരു മോശപ്പെട്ട കാര്യം അല്ലെങ്കിൽ അടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വേണ്ടാത്ത ചെയ്താൽ മതി. അപ്പോൾ പറയും ഇത് ആരെ സ്വഭാവമാണ്, നമ്മളതല്ല, ഇത് പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണെന്നൊക്കെ പറയുന്നുണ്ട്. സംഭവം നിസാരമായിരിക്കും നമ്മളെ നാവുന്ന് വരുന്നതൊക്കെ, പക്ഷേ അത് കേൾക്കുന്നവർക്ക് വലിയ സങ്കടങ്ങളായിരിക്കും. അപ്പോൾ ഈ മാതാപിതാക്കൾ ഈ അമ്മായിയപ്പനൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. കാരണം ആരും അവരെ മക്കളെയും ആരും പഠിപ്പിക്കണതല്ല. അത് ഒരു 5-8 വയസ്സ് വരെ കുഞ്ഞു കുട്ടികളാണ്. അവർ ചിലപ്പോൾ നല്ലതും ചീത്തയൊക്കെ പറയും. അതിനെ നന്നാക്കി എടുക്കാനും പറഞ്ഞ് മനസ്സിലാക്കി നല്ല രീതിക്ക് നേർവഴിക്ക് നടത്താനാണ് നമ്മൾ മാതാപിതാക്കൾ, ഈ മുത്തശ്ശനും അമ്മൂമ്മയും അപ്പൂപ്പനൊക്കെ കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും.